എന്റെ അച്ഛൻ ഈ പറയുന്ന ഐറ്റത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? ഇവിടെ പട്ടാമ്പിയില് ഇതിന് ഓമക്കായ എന്നാണ് പറയാറ്. അതേപോലെ എന്റെ ഹസ്ബൻഡിന്റെ നാട്ടില് കൊപ്പക്കായ എന്നും, അങ്ങ് മലപ്പുറത്ത് നിന്ന് എന്റെ അമ്മായിമാർ ഇതിനെ കർമൂസും കായ എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഈ ആൾക്ക് കുറെ പേരുകളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യണേ. അപ്പൊ ഈ പലവിധം പേരുള്ള ഈ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? എന്റെ അമ്മയ്ക്ക് ഈ അച്ചാറിന്റെ റെസിപ്പി പറഞ്ഞു കൊടുത്തത് അമ്മയുടെ മൂത്ത നാത്തൂനാണ് കേട്ടോ, അതായത് എന്റെ അച്ഛന്റെ വലിയ പെങ്ങൾ. അപ്പോ ഈ ഓമക്കായ നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് കുനുകുനാന്നരിഞ്ഞ് എണ്ണയിലിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. ഒപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടാട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവയും കായ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇവിടെ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് മുഴുവനോട് ഇട്ടത്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് ചൂടാക്കി എടുക്കാം. ഇനി ഈ ചൂടാക്കിയ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ വറുത്ത് വെച്ച ഉലുവയും കായവും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇനിയാണ് കാര്യപരിപാടിയിലേക്ക് കടക്കുന്നത്. വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓമക്കായയും ചേർക്കാം കേട്ടോ. ഇത് ഏകദേശം ഒന്ന് ഇളക്കി സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണേ. നാത്തും പറഞ്ഞു കൊടുത്ത റെസിപ്പി നാത്തും ട്രൈ ചെയ്ത് നോക്കിയപ്പോ അത് അടിപൊളിയായിരുന്നു കേട്ടോ.